നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ആരാണ് ഈ ജിയാൻലുക്ക പ്രസ്റ്റിയാനി? കഴിഞ്ഞ എസ് ബെൻഫിക്ക വേഴ്സസ് റയൽ മാഡ്രിഡ് മത്സരം, യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ലീഗ് ഘട്ടത്തിലെ അവസാന മത്സരം, ആ കളി കഴിഞ്ഞപ്പോഴൊന്നും ഇയാളല്ല വലിയ വാർത്തയിൽ നിറഞ്ഞത്. പക്ഷേ ഈ കളിയിൽ റയൽ ഗോളടിച്ചത് വിനിയുടെ മികവിലാണ്. ഒക്കെ ആയിട്ടും ബെൻഫിക്ക തോറ്റിട്ടും ഇയാൾ വലിയ രൂപത്തിൽ വാർത്തയിൽ വരുന്നു. അത് പോസിറ്റീവായ രൂപത്തിലല്ല, നെഗറ്റീവായ രൂപത്തിൽ. അപ്പോൾ ആരാണ് ഈ ജിയാൻലുക്ക പ്രസ്റ്റിയാനി? വിനി ജൂനിയർക്കെതിരെ മുഖം പൊത്തി ഭീരുവിനെ പോലെ വംശീയ അധിക്ഷേപം നടത്തിയ ജിയാൻലുക്ക പ്രസ്റ്റിയാനി ആരാണ്? നമ്മളതാണ് നോക്കുന്നത്. അർജൻറ്റീനക്കാരനായിട്ടുള്ള താരമാണ്. അർജൻറ്റീനയിലെ ബ്യൂണസ് അയേഴ്സിൽ ജനിച്ച് വെറും 20 വയസ്സ് മാത്രമുള്ള യുവതാരമാണ്. അർജൻറ്റീൻ ക്ലബ്ബായ വെലസ് സാർസ്ഫീൽഡിലൂടെയായിരുന്നു താരത്തിൻ്റെ യൂത്ത് കരിയർ ആരംഭിച്ചത്. അവിടെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സീനിയർ കരിയറും ആരംഭിക്കുന്നത്. 2022 മുതൽ 2024 വരെയുള്ള കാലഘട്ടത്തിൽ അവരുടെ സീനിയർ ടീമിനെ കളിച്ചിട്ട് 2024 യൂറോപ്പിലേക്ക് ചേക്കേറുന്നത്. ബെൻഫിക്കയുടെ ബി ടീമിലാണ് ആദ്യം എത്തുന്നത്. പിന്നീട് അവരുടെ സീനിയർ ടീമിൽ സ്ഥിര സാന്നിധ്യമാവുകയായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അർജൻറ്റീനയുടെ ദേശീയ ടീമിന് വേണ്ടി ഒരു കളി കളിച്ചിട്ടുണ്ട്. ദേശീയ ടീമിൻ്റെ അണ്ടർ 17, അണ്ടർ 20 ടീമുകൾക്ക് വേണ്ടി കളിക്കുകയും അതിനുശേഷം 2025 ഈ അങ്കോളക്കെതിരെ ഒരു ഫ്രണ്ട്ലി മത്സരം കളിച്ചല്ലോ. ആ മത്സരത്തിൽ, അതായത് ഏറ്റവും ഒടുവിൽ അർജൻറ്റീന കളിച്ച മത്സരത്തിൽ അവർക്ക് വേണ്ടി കളിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രസ്റ്റിയാനി തീർച്ചയായിട്ടും അർജൻറ്റീനയുടെ അണ്ടർ 17 ലെവൽ മുതൽ അവരെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ടെങ്കിലും മാർച്ച് 2023 റോബർട്ടോ മാൻസീനി താരത്തിൽ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട് ഇറ്റാലിയൻ നാഷണൽ ടീമിലേക്ക് താരത്തെ വിളിക്കാൻ. കാരണം അദ്ദേഹത്തിന് ഇറ്റാലിയൻ ടീമിന് വേണ്ടിയും കളിക്കാൻ അദ്ദേഹം ക്വാളിഫൈഡ് ആണ്. അപ്പോൾ അങ്ങനെ വിളിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. നേരത്തെ ഇറ്റാലിയൻ അർജൻറ്റീനായിട്ടുള്ള മാറ്റിയോ റെറ്റഗിയെ ഇറ്റാലിയൻ ടീമിലെടുക്കുകയും ഇറ്റലിക്ക് വേണ്ടി അദ്ദേഹം ഗോളടിച്ചു കൂട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഘട്ടത്തിലാണ് 2023 പ്രസ്റ്റിയാനിയെ ഇറ്റലി ടീമിലേക്ക് എടുത്തേക്കുമെന്ന വാർത്തകൾ വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഒടുവിൽ അദ്ദേഹത്തെ സ്കലോനി ടീമിലേക്ക് എടുക്കുകയായിരുന്നു, അർജൻറ്റീന സ്ക്വാഡിലേക്ക് എടുക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് കോളപ്പ് കൊടുക്കുന്നത് ഈ 2025 നവംബറിലാണ്. അപ്പോൾ തന്നെ ആ കോളപ്പിൽ തന്നെ അദ്ദേഹത്തെ കളിക്കളത്തിലേക്ക് ഇറക്കുകയും ചെയ്തു. അതായത് 2025 നവംബർ 14 നടന്ന അർജൻറ്റീന വേഴ്സസ് അങ്കോള മത്സരത്തിൽ അദ്ദേഹത്തെ കളിക്കാൻ ഇറക്കുകയും ചെയ്തു. എന്തായാലും ഇറ്റാലിയൻ ഡിസെൻ്റുള്ള, അതായത് ഇറ്റാലിയൻ പാരമ്പര്യമുള്ള, വംശപാരമ്പര്യമുള്ള അർജൻറ്റീനക്കാരനായിട്ടുള്ള കളിക്കാരനാണ് ജിയാൻലുക്ക പ്രസ്റ്റിയാനി. ഏതായാലും ഇപ്പോൾ തൻ്റെ കളിമികവ് കൊണ്ടല്ല, വിങ്ങറാണ്. ഒരു പക്ഷേ സ്കലോനി ഇറ്റാലിയൻ ദേശീയ ടീമിലേക്ക് ഇയാൾ പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ കുഴപ്പം നടത്തിയതായിരിക്കും. അത് അയാളുടെ കളിമികവ് കൊണ്ടല്ല. ഇപ്പോൾ അയാൾ ശ്രദ്ധയെ ആകർഷിച്ചിരിക്കുന്നത് ഈ പറയുന്ന വംശീയ അധിക്ഷേപം കൊണ്ടാണ്. ഇത് തൊട്ടടുത്ത് നിൽക്കുന്ന എംബാപ്പയൊക്കെ വളരെ ക്ലിയറായിട്ട് കേട്ടതുമാണ്. പക്ഷേ എന്നാലും അയാൾക്ക് രക്ഷപ്പെട്ടു പോകാനുള്ള വഴി അയാൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. മുഖം പൊത്തി ഒരു തരത്തിലും തൻ്റെ അതായത് ഇങ്ങനെ വിരൽ വെച്ചിട്ടൊന്നുമല്ല, ഷർട്ട് വെച്ച് തന്നെ പൂർണ്ണമായും മുഖം മറച്ച് ഒരു തരത്തിലും താൻ പറയുന്നത് പുറത്ത് കേൾക്കരുത് എന്ന കൗടില്യ ബുദ്ധിയോടുകൂടി കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് ഒരു പക്ഷേ നിയമക്കുരുക്കിൽ നിന്ന് അയാൾ രക്ഷപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇപ്പോൾ പലരും പ്രചരിപ്പിക്കുന്ന ഒരു കാര്യം, ഇയാൾ വലിയ വിനി ജൂനിയർ ഫാനാണ് എന്നാണ്. അതായത് അയാളുടെ ഫോണിൻ്റെ ലോക്ക് സ്ക്രീനൊക്കെ വിനി ജൂനിയറും അയാളും കൂടി കഴിഞ്ഞ കളിയിലുള്ള നിമിഷങ്ങളാണ് വെച്ചിട്ടുള്ളതെന്നാണ്. ഇപ്പോൾ അയാൾ വിനിയെ ഞാൻ വംശീയ അധിക്ഷേപം നടത്തിയിട്ടില്ല, അവരെന്നെ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തതെന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുമ്പോഴും അതേ ചിത്രം തന്നെയാണ് പങ്കുവെക്കുന്നത്. ഏതായാലും ഒരു ഫാൻ ബോയ് ആണ് എങ്കിൽ പിന്നെ അങ്ങനെ ഒരു ഫാന് ഒരു താരത്തെ വംശീയമായിട്ട് അധിക്ഷേപം നടത്തുമോ? അത് വല്ലാത്തൊരവസ്ഥയായിരിക്കും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.